ശ്രീ ശ്യാംകുമാർ, ബ്രാഹ്മണ്യ വ്യവഹാരങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഇന്ന് ബി.ജെ.പി. വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന വിവക്ഷയിലുമാണോ ഗുരു സനാതന ധർമ്മം? ഗുരു സനാതന ധർമ്മത്തെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല, സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന തരത്തിൽ ബ്രാഹ്മണ്യ വ്യവഹാരങ്ങളും ഹിന്ദുത്വയും വ്യാഖ്യാനിക്കുന്ന നിലയിലായിരുന്നു ശ്രീ ശ്യാംകുമാർ. കേൾക്കാം, പറഞ്ഞോളൂ. സനാതന ധർമ്മം എന്നുള്ള വാക്ക് നാരായണ ഗുരുസ്വാമികൾ രണ്ട് സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് 1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ആദ്യമായി സനാതന ധർമ്മം എന്ന വാക്ക് ഗുരുസ്വാമികൾ ഉപയോഗിക്കുന്നത്. അവിടെ ഗുരു പറയുന്നത് ഇസ്ലാം മതത്തിന്റെ സാരം സ്നേഹമാണ്, സാഹോദര്യമാകുന്നു. ക്രിസ്തു മതത്തിന്റെ സാരം സ്നേഹമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. സനാതന ധർമ്മം എന്ന വാക്കല്ല ഗുരു ഉപയോഗിക്കുന്നത്, ധർമ്മങ്ങൾ എന്ന ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സനാതന ധർമ്മങ്ങളായി ഗുരു കാണുന്നത് ഇസ്ലാം മതവും ക്രിസ്തു മതവും എല്ലാം സനാതന ധർമ്മമാണ്. എന്തുകൊണ്ടാണ് അവ സനാതന ധർമ്മമാകുന്നത്? ഇസ്ലാം മതത്തിന്റെ സാരമായ സാഹോദര്യത്തെയും ക്രിസ്തു മതത്തിന്റെ സാരമായ സ്നേഹത്തെയുമാണ് ഗുരു സനാതനമായി കാണുന്നത്. എന്നാൽ മഹാഭാരതത്തിലോ രാമായണത്തിലോ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ഒന്നും തന്നെ സനാതന ധർമ്മം എന്ന് വ്യവഹരിക്കുന്നതോ ഗുരു കണ്ട സ്നേഹമോ സാഹോദര്യമോ അല്ല. ഏഷധർമ്മ സനാതന എന്ന മഹാഭാരതത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഏഷധർമ്മ സനാതന, ഈ ധർമ്മം സനാതനമാകുന്നു. എന്താണ് കഥ മഹാഭാരതത്തിലെ? ശ്വേതകേതു എന്ന് പറയുന്ന മഹാമുനിയുടെ മുമ്പിൽ വെച്ച് തന്റെ മാതാവിനെ ഒരു ബ്രാഹ്മണൻ വന്ന് പിടിച്ചുകൊണ്ട് പോവുക. ഉദ്ദാലകന്റെ ഭാര്യ, അവരെ പിടിച്ചുകൊണ്ട് പോവുക. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലകൻ തന്റെ പുത്രനെ ഉപദേശിക്കുന്നു, മകനെ, തന്റെ മാതാവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലക മഹാമുനി ശ്വേതകേതുവിനെ ഉപദേശിക്കുന്നത്, ബ്രാഹ്മണൻ തന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ, നീ തടയണ്ട. ഏഷധർമ്മ സനാതന, ഇതാണ് സനാതനമായ ധർമ്മം. അപ്പൊ സ്വന്തം പിതാവിന്റെ പുത്രന്റെ മുമ്പിൽ വെച്ച് ശ്വേതകേതുവിന്റെ അമ്മയെ, ഉദ്ദാലകന്റെ ഭാര്യയെ മറ്റൊരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത് എന്താണ്? ഏഷധർമ്മ സനാതന, ഇതാണ് സനാതന ധർമ്മം. ധർമ്മം എന്ന വാക്കിനെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ വളരെ കൃത്യമായ വിവക്ഷകളുണ്ട്. ധർമ്മം എന്നതുകൊണ്ട് മനുസ്മൃതി അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണ്യ ധർമ്മമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഏഷത്രയി എന്ന് തുടങ്ങുന്ന ശ്ലോകഭാഗത്ത് ചാതുർവർണ്ണ്യമാണ് ധർമ്മം എന്ന് വളരെ കൃത്യമായിട്ട് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയില് ധർമ്മം എന്നതുകൊണ്ട് ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയുമാണ് ധർമ്മം. ഇങ്ങനെ നോക്കിയാൽ ധർമ്മശാസ്ത്രങ്ങളും മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും പുരാണങ്ങളിലുമെല്ലാം ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ്യവുമാണ്. ഗുരു ഈ ചാതുർവർണ്ണ്യത്തെയോ ഈ ജാതി വ്യവസ്ഥയല്ല സനാതനമായ ധർമ്മമായിട്ട് കണ്ടത്. തന്റെ സമാധിക്ക് 1 വർഷം മുമ്പ് കൊച്ചി പള്ളാത്തുരുത്തിൽ നടന്ന യോഗത്തിൽ, കൊച്ചി പള്ളാത്തുരുത്തി SNDP യോഗത്തിന് അയച്ച കത്തിൽ, TK മാധവന്റെ നേതൃത്വത്തിലാണ് ആ യോഗം നടന്നത്. ആ യോഗത്തിന് അയച്ച കത്തിൽ, ആശംസാ പത്രത്തിൽ നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനെ പറഞ്ഞു: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മങ്ങൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മം. എന്താണ് ഒരു ജാതി? ഒരു ജാതി എന്ന് പറയുന്നത് ഗുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യാണ് മനുഷ്യത്വം, ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരൈവം ഹാ തത്വം വെത്തി പോകുന്നു. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ് മനുഷ്യത്വം ജാതി. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. പശുവിന്റെ ഇടയിൽ ബ്രാഹ്മണ പശു, നായർ പശു, ഈഴവ പശു, പശുവിന്റെ ഇടയിൽ വ്യത്യസ്ത ജാതി പശുക്കൾ ഇല്ലാത്തതുപോലെ മനുഷ്യർക്കിടയിൽ നായരോ ഈഴവരോ ബ്രാഹ്മണരോ ഇല്ല എന്നാണ് ഗുരു അരുളി ചെയ്തത്. ഗുരു പറഞ്ഞു, ന ബ്രാഹ്മണാതിരൈവം, ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അത്യ തത്വം ന വേത്തി, പക്ഷെ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇതാണ് ഗുരുവിന്റെ ഒരു ജാതി. മനുഷ്യരെല്ലാം ഒരു ജാതി എന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷേ വാൽമീകി രാമായണത്തിലെ രാമൻ ശംഭൂകന്റെ തല വെട്ടുന്ന ഒരു രംഗമുണ്ട്. അവിടെ ചെന്ന് രാമൻ ശംഭൂകനോട് ചോദിക്കുന്ന എന്താണ്? കസ്യാം യോന്യം, താങ്കളുടെ യോനി ഏതാണ്, ജാതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. താൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രമേ രാമൻ ശംഭൂകന്റെ തല വെട്ടുക. എന്താണ് നാരായണ ഗുരുസ്വാമി പഠിപ്പിച്ചത്? പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുവായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നീരു നീ തന്നെ ചൊൽകയാൽ. പേര് ഊരും തൊഴിലും അറിഞ്ഞാൽ മതി, ആരും നീ എന്ന് കേൾക്കേണ്ട ആവശ്യമില്ല.
തന്നെ ചൊല്ലിയാൽ മതി. പക്ഷേ കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയത്തെയാണ് ഹിന്ദുത്വവാദികൾ പൊക്കിപ്പിടിക്കുന്നത്. ഗുരുസ്വാമികൾ ഒരു കാലത്തും കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആശയത്തെ പിന്തുണച്ചതയില്ല. ഗുരു പറഞ്ഞു ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് ഗുരു ഒരുപാട് സ്തോത്രകൃതികൾ എഴുതിയെന്ന് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നുണ്ട് നീയോ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ ഹിന്ദുത്വവാദികൾ ഇത് അംഗീകരിക്കുമോ? ഇങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അദ്വൈത വേദാന്തത്തെ പറ്റി പറഞ്ഞു ഇവിടെ. എന്തായിരുന്നു ശങ്കരന്റെ അദ്വൈത വേദാന്തവും നാരായണ ഗുരുസ്വാമിയുടെ അദ്വൈത വേദാന്തവും തമ്മിലുള്ള വ്യത്യാസം? ശങ്കരാചാര്യയുടെ അദ്വൈത വേദാന്തം എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി ബ്രഹ്മസത്യം ജഗൻ വിദ്യ, ഈ ലോകം മുഴുവൻ വിദ്യയാണെന്നും ബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ള സങ്കല്പമാണ് ശങ്കരാചാര്യയുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ സാരഭൂതം. നാരായണ ഗുരുസ്വാമികൾ അംഗീകരിച്ചില്ല. ഗുരുസ്വാമികൾ ജനനി നവരത്ന മഞ്ജരിയിൽ എഴുതി എല്ലാം ഉള്ളത് തന്നെ, ഈ പ്രപഞ്ചം ഉള്ളതാണ്, ഈ പ്രപഞ്ചം മായയല്ല എന്നാണ് ഗുരുസ്വാമികൾ ജനനി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞത്. ഇങ്ങനെ ശങ്കരാചാര്യരും നാരായണ ഗുരുസ്വാമികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശങ്കരന് തെറ്റുപറ്റി എന്ന് 3 സന്ദർഭങ്ങളിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസൂത്രം എഴുതിയ വ്യാസന് തെറ്റുപറ്റി എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ചാതുർവർണ്ണയത്തെ സമ്പൂർണമായി നാരായണ ഗുരുസ്വാമികൾ നിരാകരിച്ചു. ഗുരുസ്വാമികൾ പറഞ്ഞു ഇതെന്താ, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടാവുകയും താനിൽ നിന്ന് ശൂദ്രൻ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് ചാതുർവർണ്ണയത്തെ നാരായണ ഗുരുസ്വാമികൾ പരിഹസിക്കുക ചെയ്തത്. ഹിന്ദുത്വവാദികളോടുള്ള എന്റെ ചോദ്യം, ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ ചാതുർവർണ്ണയത്തെ നിരാകരിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. നാരായണ ഗുരുസ്വാമികൾ ചാതുർവർണ്ണയത്തെ അല്ല സനാതനമായി കണ്ടത്. നാരായണ ഗുരുസ്വാമികൾ സ്നേഹത്തെയും സാഹോദര്യത്തെയും സമത്വത്തെയുമാണ് സനാതനമായ ധർമ്മം എന്ന് കണ്ടത്. പക്ഷെ ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവർ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മത്തെയാണ്. മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്ന ധർമ്മമാണ് സനാതന ധർമ്മം എന്നാണ് പറയുന്നത്. ആ ധർമ്മത്തെ ഗുരു അംഗീകരിച്ചിരുന്നില്ല. മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്ന ധർമ്മം എന്താണ്? ജാതിധർമ്മമാണ്, ചാതുർവർണ്ണയമാണ്. താടകയെ കൊല്ലുന്ന സമയത്ത് രാമൻ പറയുന്നുണ്ടല്ലോ ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം, പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിലായിട്ട് ഇതാ ഞാൻ താടകയെ വധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഇവരുടെ സനാതന ധർമ്മം, ബ്രാഹ്മണിസ്റ്റുകളുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മമാണ്. അത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും മാത്രം ലോകം സുഖമായി ഇരുന്നാൽ എല്ലാവർക്കും സുഖം എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഇവർ സനാതന ധർമ്മം എന്ന് വ്യവഹരിക്കുന്നത്. ആ സനാതന ധർമ്മത്തിന് നാരായണ ഗുരുവായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. തന്നെയല്ല ഇവർ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നാരായണ ഗുരുസ്വാമികള് ഹിന്ദുമതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് പ്രതിഷ്ഠിച്ചതെന്ന്. നോക്കൂ, തന്ത്രസമുച്ചയം അനുസരിച്ച് നാരായണ ഗുരുവിന് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ഷേർ സമുച്ചയം അനുസരിച്ച്, പ്രയോഗമഞ്ജരി അനുസരിച്ച്, ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റുകൾ എഴുതി കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങൾ അനുസരിച്ചല്ല നാരായണ ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ആചാരങ്ങൾ ലംഘിച്ചാണ് നാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠ നടത്തിയത്. അരികുപ്പുറത്ത് അഷ്ടബന്ധം ഇട്ടല്ല നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. അരികുപ്പുറത്ത് ഏതെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളുടെ വിധി അനുസരിച്ചല്ല നാരായണ ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. നോക്കൂ, ഒരു നിലക്കണ്ണാടി ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് മുഖം നോക്കുന്ന കണ്ണാടി പ്രതിഷ്ഠിക്കാൻ പറയുന്നത്? ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. മുഖം നോക്കുന്ന കണ്ണാടി പ്രതിഷ്ഠിക്കാൻ പറഞ്ഞൊരു തന്ത്രഗ്രന്ഥം ഉണ്ടെങ്കിൽ ആ തന്ത്രഗ്രന്ഥം കൊണ്ടുവരാൻ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കുക. അങ്ങനെ ഒരു തന്ത്രഗ്രന്ഥം ഇല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ ഇല്ല. അത് നാരായണ ഗുരുവിന്റെ നവീനമായ സങ്കല്പമാണ്. പ്രതിഷ്ഠിക്കാൻ പറയുന്നത് എവിടെയാണ്? ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് പ്രണവ പ്രതിഷ്ഠയെ പറ്റി പറയുന്നത്? അത് ഗുരുവിന്റെ സങ്കല്പമാണ്, പുതിയ പുതിയ ആധുനികമായ മൂല്യബോധമാണ്. അപ്പം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ്, ഹൈന്ദവ ധർമ്മത്തിന്റെ വിശ്വാസം അനുസരിച്ചാണ് എന്ന് പറയുന്നത് തന്നെ ഗുരുവിനെ പരിഹസിക്കുന്നതാണ്. കാരണം 1925 സി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞു ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്ന ഗുരുവിനെ പിന്നെങ്ങനെയാണ് ഹിന്ദുമതത്തിന്റെ സന്യാസിയാക്കുന്നത്? നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതെങ്കിലും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളംബരം പുറപ്പെടുവിച്ച ആളാണ് ഗുരുസ്വാമികൾ. ജാതി മാത്രമല്ല ഗുരുസ്വാമികൾ വിട്ടത്, ഗുരുസ്വാമികൾ മതഭേദവും വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ നോക്കിയാൽ അദ്വൈത മതവും ശാക്തേയ മതവും വൈഷ്ണവമതവും ശൈവമതവും ഇന്ന് ഹിന്ദുമതം എന്നറിയപ്പെടുന്ന മതത്തെ എല്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര മനുഷ്യനായി ജീവിച്ച ഒരാളാണ് നാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹത്തെ ഹിന്ദു സന്യാസിയാക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല, ചരിത്ര വിരുദ്ധമായ ഒരു കാര്യമാണ്. ശരി ശരി. അല്ലല്ല, ഹിന്ദുമതത്തിന്റെ സന്യാസ പാരമ്പര്യം അനുസരിച്ചല്ല
ഗുരു സന്യാസം സ്വീകരിച്ചത്. ഗുരു പറഞ്ഞല്ലോ, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഗുരു ആനന്ദ തീർത്ഥർക്ക് എങ്ങനെയാണ് സന്യാസം കൊടുത്തത്? ഈ ഹൈന്ദവ ധർമ്മത്തിന്റെ, കോട്ടാൻകോട്ട് ഹൈന്ദവ ധർമ്മത്തിന്റെ വിരജാഹവും അനുസരിച്ചാണോ നാരായണ ഗുരുസ്വാമികൾ അവസാന കാലത്ത് ആനന്ദ തീർത്ഥർക്ക് സന്യാസം കൊടുത്തത്? അല്ല, ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തിട്ടാണ്. എങ്ങനെയാണ് ഏണസ്റ്റ് കർക്കിന് സന്യാസം കൊടുത്തത്? കയ്യും കോട്ടുമാണ് കൊടുത്തത്. അപ്പൊ ഈ ചരിത്രമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ ബ്രാഹ്മണ്യത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നാരായണ ഗുരു ചാതുർവർണ്ണ്യത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും വിശാലാർത്ഥത്തിലുള്ള കരുണയുടെയും അൻപിന്റെയും അൻപുമൊക്കെ ജീവിതവ്രതം നോക്കിയ ഒരു വലിയ പോരാളിയായിരുന്നു നാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹത്തെ ശ്രീകൃഷ്ണന്റെ അവതാരമാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഗുരുസ്വാമികളെ ഒരു കൊച്ചുപദൈവമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നാരായണ ഗുരുസ്വാമികൾ കഷ്ടപ്പെടുന്ന ജനകോടികളുടെ പോരാളിയായ മനുഷ്യനാണ്. അവരെ ഈ പറയുന്ന അവർണ ജനകോടികളുടെ ദൈവമാണ് ഒരർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികൾ. അവർണ ജനകോടികൾ കഷ്ടപ്പാടിന്റെ ആ പ്രതലത്തിലാണ് ഗുരുവിനെ നോക്കിക്കാണുന്നത്. അത് കൃഷ്ണൻ കയ്യിൽ വെച്ചതൊന്നുമല്ല, രാമന് സരസ്വതിയെ കയ്യിൽ വെച്ചതൊന്നുമല്ല. ഇതെല്ലാം നാരായണ ഗുരുസ്വാമികൾ പോരാടി നേടിത്തന്നതാണ്. ആ ചരിത്രം നമ്മൾ കടന്നു പോകരുതെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ മടങ്ങി വരാം.